നമസ്കാരം, ഞാൻ ഓർഡിനറി ക്യാപ്റ്റൻ ബിനോ. ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊരു പഴയൊരു വീടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പുതിയതായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ കുറവായപ്പോഴത്തേക്കും എനിക്ക് പുതിയ പുതിയ വീടുകൾ കണ്ടപ്പോഴത്തേക്കും വീട് പണിയിലേക്ക് പെട്ടെന്നൊരു താല്പര്യം വന്നു. ഞാൻ പല ആൾക്കാരോടും തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും പറഞ്ഞത് വീട് പണിയാൻ ചിലർക്ക് ഒരുപാട് സമയങ്ങളെടുക്കുന്നു, ചിലർ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചെറിയൊരു എൻ്റെ നോളജിൽ ഒരു സ്റ്റഡി നടത്തി. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ക്ലയൻറ്റിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് JGCയിലെ മിസ്റ്റർ ജോസഫാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവരറിയാതെ തന്നെ ആ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചു. ക്ലയൻറ്റുകൾ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ പണി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് വീട് പണിയിലേക്ക് ഒരു താല്പര്യം വന്നു. ഫസ്റ്റ് തന്നെ പുള്ളി എനിക്ക് 3D കാണിച്ചു. ഞാൻ പറഞ്ഞു ഈ പ്ലാൻ ഇത് മതി, വേറെ എനിക്ക് യാതൊരുവിധ കറക്ഷനും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ കൺസെപ്റ്റ് എങ്ങനെയുണ്ടോ എന്നുള്ളവരും ഫുള്ള് ജോസഫായിട്ട് ഞങ്ങൾ ഡിസ്കസും ചെയ്തു. പിന്നെ കിച്ചനെ പറ്റി എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ പ്രീതിയോടും ചോദിച്ചു. കിച്ചൺ ഈ വീടിൻ്റെ എനിക്കൊരു ഓപ്പൺ കിച്ചൺ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ അത് പണിത് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരിക്കും നന്നായിട്ട് ഓപ്പൺ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു ഇച്ചിരി ഒരു പ്രൈവസി കിട്ടുന്ന വിധത്തിൽ ഒന്നാക്കി എടുക്കാവോ എന്ന് ജോസഫിനോട് പറഞ്ഞപ്പോൾ ജോസഫാണ് അതിൻ്റെ ഡിസൈൻ മാറ്റിയിട്ട് ഒരു ഇൻറ്റീരിയർ ആക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ. അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് തന്നെയല്ല, ഒരു 100% സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ടീം വന്നിട്ടും ഇൻറ്റീരിയർ എങ്ങനെ വേണം എന്നുള്ളത് നമുക്കിപ്പം ഓരോ മീഡിയയിലും കോലോ ആപ്പിലും പല പല ഡിസൈൻസും കാണും. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെന്താണ് ഗുണം, എന്താണ് ബെനിഫിറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ഡീമെറിറ്റ്സ് എല്ലാം ഞങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ആ പണി ഫിക്സ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യം ഡിസൈൻ ചെയ്തു. പിന്നെ ഇവരുടെ വർക്കിംഗ് ടീം, അതായത് തറക്കല്ലിടിയിൽ അന്ന് മുതൽ ലാസ്റ്റ് പെയിൻ്റ് അടിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന അന്ന് വരെ എല്ലാ ടീമുകളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. നമ്മളൊരു വീട് പണിത് കഴിയുമ്പോൾ അവരായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പം ഓരോ മൊമെൻറ്റിലും നമുക്ക് ഇവരെ ഓർക്കേണ്ടതായിട്ടൊരു 100% സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്.